പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചെറുതായിട്ടൊരു സേമിയ ബിരിയാണി ഇന്നത്തെ വൈകുന്നേരത്തെ സ്പെഷ്യൽ. ചീൻചട്ടി വെച്ചു, കടുകിട്ടു തക്കാളി, ഉള്ളി, കറിവേപ്പില അത് ഇട്ടു. ഇളക്കി, അടിപ്പിടിക്കാണ്ട് ഇളക്കി. സേമിയ ബിരിയാണി അടിപ്പിടിക്കാണ്ട് ഇളക്കി. അടുത്തത് എന്താ പിടിക്കാണ്ട് ഇളക്കി. തക്കാളി, ഉള്ളി നല്ലോണം മൂപ്പിച്ച്. അടുത്തത് ഉപ്പിട്ടു. ഇനി മുളക് പൊടി, മുളക് പൊടി ഒരു അര സ്പൂൺ. ഒരുപാട് പറ്റില്ല, സേമിയ ബിരിയാണിക്ക് ഒരുപാട് എരിവ് പറ്റില്ല. മുളക് പൊടി, ഒരു പൊട്ട് മഞ്ഞപ്പൊടി, പിന്നെ ഒരു പൊട്ട് ബിരിയാണി മസാല, ഒരു നുള്ള് ബിരിയാണി മസാല. ഇത് നന്നായി എല്ലാം കൂടി കൂട്ടി നല്ലോണം കൊണ്ട് ഇളക്കി, അടിപ്പിടിക്കാണ്ട് ഇളക്കി മൂപ്പിച്ച്. ഇനി അതിന് പാകത്തിന് വെള്ളം ഒഴിക്കുക. നല്ലോണം ആയി. എന്താ ഉപ്പും എല്ലാം മസാലയൊക്കെ പിടിച്ചു. ഇനി അതിന് വെള്ളം ഒഴിക്കുക. ഒരു പാക്കറ്റ് സേമിയത്തിന് 2 ഗ്ലാസ് വെള്ളം. നമ്മളിപ്പോൾ അരിക്ക് എങ്ങനെയാണ്, 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം, അതുപോലെ ഒരു പാക്കറ്റ് സേമിയത്തിന് 2 ഗ്ലാസ് വെള്ളം. എന്നാൽ ഇനി തക്കാളി, ഉള്ളിയൊക്കെ ഒന്ന് വേവിക്കുക. നല്ലോണം ഒന്ന് മൂടി വെച്ച് വേവിക്കുക. വേവിച്ചിട്ട് ഉപ്പ് പോരാ, ഒരു നുള്ളും കൂടി ഇടണം. ഉപ്പ് ഇടണം. കൂടി ഉപ്പിട്ട് നന്നായി വെന്ത്, തക്കാളി, ഉള്ളിയൊക്കെ നന്നായി വെന്ത് മൂടി വെച്ച് വേവിക്കണം. നല്ല വേകണം. ഇനി ഇടാൻ പോണത് സേമിയ. ഇട്ട് ഞങ്ങളെങ്ങനെയാണ് ഉണ്ടാക്കുക, ഇനി ഇങ്ങനെ ഇതിലും വെച്ച് വേറെ എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ ഇടി. നിങ്ങളെങ്ങനെ സേമിയ ബിരിയാണി ഉണ്ടാക്കുന്നത് പറഞ്ഞിട്ട്. ഇത്തിരി സോയാബീൻസ് ഇട്ടാൽ നന്നായിട്ടുണ്ടാവും. സോയാബീൻസ് ഇത്തിരി ഒരു 10-15 ഇട്ടാൽ ചിക്കൻ കിടക്കും പോലെ കിടക്കും. സോയ നമ്മൾ കഴിക്കുമ്പോൾ ചിക്കൻ കഴിക്കുന്ന പോലെ ഉണ്ടാവും സോയ ഇട്ടുണ്ടെങ്കിൽ. ചിലപ്പോൾ വെള്ളം പാകമായില്ലേ. പിന്നെ ഒരു പാക്കറ്റ് സേമിയത്തിന്, ഒരു പാക്കറ്റ് പറഞ്ഞാൽ 200 ഗ്രാം, 250 ഗ്രാമിൻ്റെ പാക്കറ്റാണ്. അതിന് 2 ഗ്ലാസ് വെള്ളം, ഒരു തക്കാളി, ഒരു വലിയ ഉള്ളി, ഒരു നുള്ളു കറിവേപ്പില. തക്കാളി ഒന്ന് വലുത്, ചെറുതല്ല, പുളിപ്പ് കിട്ടണമല്ലോ ചേർത്ത്. പിന്നെ ഇതിൽ കറിവേപ്പില, മല്ലിയില ഉണ്ടെങ്കിൽ ഇടാം. മല്ലിയില ഇപ്പോൾ പെരുന്നാളായിട്ട് വാങ്ങാമെന്ന് പറഞ്ഞിട്ട് കറിവേപ്പിൻ്റെ അരി ഇട്ടു. ബിരിയാണി ഇങ്ങനെ ഞങ്ങൾ ഉണ്ടാക്കുന്ന ബിരിയാണി ഇങ്ങനെ, നിങ്ങൾ എങ്ങനെ ഉണ്ടാക്കണമെന്ന് ഒന്ന് അറിയിച്ചേ. ബിരിയാണി നൂല് പോലുള്ളതൊക്കെ ഉടഞ്ഞ് അരി പോലെ ആക്കണം. പൊടിച്ചെടുക്കുക. കത്തിയും കൊണ്ട്, കരണ്ടിയും കൊണ്ട് പൊടിച്ചാക്കുക. ഇല്ലേ, പൊടിച്ചാക്കിയ നൂല് പോലെ വരും ബിരിയാണി.
സേമിയ ബിരിയാണി ഉണ്ടാക്കാത്തവർ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കി, നന്നായിട്ടുണ്ടാവും കഴിക്കാൻ. ഞങ്ങളുടെ ലാല് പ്രസവിച്ചിട്ടേ 3-4 കുട്ടികളുണ്ട്. അത് അവിടെ കിടന്ന് മറിയുന്നു. ആർക്കെങ്കിലുമൊക്കെ വേണാവട്ടെ, ആരും വേണ്ട പറഞ്ഞു. എവിടെയും കൊണ്ട് വിടാനും വയറ് കത്തുക. മഴക്കാലമല്ലേ. സേമിയ ബിരിയാണി. ഇതിന് ചട്നി വന്നിട്ട് മസാലക്കറി, തേങ്ങ ചട്നി, 2 സൈസ് ചട്നി ഉണ്ട്. അത് വേണമെങ്കിൽ കഴിക്കാം. മസാലക്കറിയും കഴിക്കാം, തേങ്ങ ചട്നിയും കഴിക്കാം. ഇത്തിരി സോയാബീൻസ് ഇട്ടാ ഇതാ മസാലക്കറി, തക്കാളി ചട്നി. സോയാബീൻസ് ഇട്ടാൽ കഴിക്കുമ്പോൾ ചിക്കൻ കഴിക്കുന്ന പോലെ ഉണ്ടാവും.